തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പാലായിലേക്കാണ്. കോട്ടയം പാലായിൽ യുവാവിനെ കുത്തിക്കൊന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി പിപുനെയാണ് സുഹൃത്ത് ബിനീഷ് കൊലപ്പെടുത്തിയത്. ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിനീഷിന്റെ കാമുകിക്ക് ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി സന്ദേശം അയച്ചതാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെ ഞെട്ടിക്കുന്ന വാർത്ത വന്നത് പാലായിൽ നിന്നാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ സംഭവം? പോലീസിന്റെ വിശദീകരണവും ഇങ്ങനെ തന്നെയാണോ? സുഹൃത്തുക്കൾക്കിടയിലുള്ള തർക്കം, കാമുകിക്ക് മെസ്സേജ് അയച്ചു എന്ന ഒറ്റ കാരണമാണോ ഈ കൊലയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊലപാതകം ചെയ്ത ബിനീഷിന്റെ മൊഴി അങ്ങനെയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലാ നഗരത്തിൽ തന്നെയാണ്. അതായത് പാലാ നഗരത്തിലെ മുരിക്കുംപുഴയിലാണ് ഈ രണ്ടുപേരും, ബിനീഷും ഒപ്പം തന്നെ വിപിനും, താമസിച്ചിരുന്നത്. ഇവർ പാലയിൽ ഒരു വീടിന്റെ പണി ചെയ്യുന്നതിന് ചില വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അവിടെ താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ജോലി ഏതാണ്ട് പൂർത്തിയായതാണ്. ഇന്ന് ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുകൾ അടക്കമുള്ളതാണ്. ഇതിന്റെ ഭാഗമായി, പണിയൊക്കെ പൂർത്തിയായതിന്റെ ഭാഗമായി ചില സൽക്കാരങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മദ്യം കഴിച്ചിരുന്നു ഇരുവരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മദ്യലഹരിയിലാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിലെ വിപിൻ ബിനീഷിന്റെ കാമുകിക്ക് ചില വിവരങ്ങൾ മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ പറയുന്നത് ഈ ബിനീഷിന് മറ്റ് ചില ബന്ധങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്നാണ് പറയുന്നത്. ഇതിലാണ് പ്രകോപനം പൂണ്ടാണ് വിപിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. കറിക്കത്തിക്കാണ് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ താമസിച്ചിരുന്ന ഈ വീടിന് മുന്നിലുള്ള റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്തും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരും വിവരമറിഞ്ഞു ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് വിപിനെ ആശുപത്രിയിൽ, പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ ബിനീഷ് വിപിൻ മരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയാതെ തന്നെ ആശുപത്രിയിൽ, വിപിനും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ബിനീഷാനും പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ബിനീഷും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇയാൾ മരണപ്പെട്ടു എന്നറിയുകയും അപ്പോൾ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആലപ്പുഴ കളർകോട് സ്വദേശിയാണ് വിപിൻ, അവിടെ തന്നെയുള്ള ആളാണ് ഈ ബിനീഷ്. ആലപ്പുഴക്കാരൻ തന്നെയാണ് ബിനീഷ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം തന്നെ കൊടുത്തിരിക്കുകയാണ്. വിപിനെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് പോലീസ്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഈ എന്തെങ്കിലും ലഹരി ഉപയോഗമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാരണങ്ങളോ ഈ കൊലപാതകത്തിൽ ഇടവെച്ചു, അങ്ങനെ സൂചനകൾ എന്തെങ്കിലും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? മദ്യം കഴിച്ചിരുന്നു, മറ്റ് ലഹരികൾ എന്തെങ്കിലും കഴിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഉപയോഗിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഇവർ ഈ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ മദ്യക്കുപ്പികളും മറ്റും ലഭിച്ചിരുന്നു. ഈ വീട്, പുതിയതായി പണി കഴിപ്പിക്കുന്ന വീട് കുറച്ച് അകലെയാണ്. ആ വീട്ടിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചില സൽക്കാരങ്ങളൊക്കെ ഇന്നലെ നടക്കുകയും ചെയ്തിരുന്നു. ജോലിക്കാർക്ക്, പണിയെടുത്തവർക്ക് അങ്ങനെ ഭക്ഷണവും മദ്യവും ഒക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് വീട്ടുകാർ തന്നെ കൊടുത്തതാണോ അതോ ഇവർ തന്നെ വാങ്ങി കഴിച്ചതാണോ എന്നതിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. മദ്യലഹരിയിൽ തന്നെയാണ് ഈ വിപിനെതിരെ ഈ അതിക്രമം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ വിപിൻ ഇങ്ങനെ മെസ്സേജ് അയച്ചത് വിപിന്റെ ഫോണിൽ നിന്ന് തന്നെ ബിനീഷ് കണ്ടു എന്നാണ് പറയുന്നത്. അത് കണ്ട് ചോദ്യം ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നടത്തുന്ന തർക്കങ്ങളും തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിന് മൊഴിയായി കൂടി ഈ ബിനീഷ് നൽകിയിരിക്കുന്ന മൊഴിയിലും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അതിനു മുൻപ് തന്നെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ തർക്കമുണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഈ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇങ്ങനെ തൻ്റെ കാമുകിക്ക് ഈ സുഹൃത്തിന് മെസ്സേജ് അയച്ചതാണ്. അതും തൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് ഈ പ്രകോപനത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ എത്തുന്ന നിഗമനം. സജിത്ത്, എന്തായാലും പാലയിൽ നിന്നാണ് ഈ കൊലപാതക വാർത്ത രാവിലെ ഉണ്ടാകുന്നത്.